ദിലീപ് നായകനായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി. ഇത് ആ സിനിമ കണ്ടവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം ഇതിനകത്ത് കുറച്ച് സ്പോയിലർ ഒക്കെ വരുന്നുണ്ട്. സോ വെറുതെ കണ്ടിട്ട് ബുദ്ധിമുട്ടാവണ്ട. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, സിനിമ കണ്ടിട്ടില്ലെങ്കിൽ വിട്ട് കളയുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇന്നലെയാണ് ഈ സിനിമ OTT കണ്ടത്. ആക്ച്വലി തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് സംഭവിക്കും എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസമായിട്ട് എനിക്കൊരു അപകടമൊക്കെ പറ്റിയിട്ട് പിന്നെ സിനിമ കാണാൻ പറ്റാണ്ടായി പോയി. പിന്നെ ഇത്രയും വൈകിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു OTT വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന്. എന്തായാലും കുറച്ച് വൈകിയാണ് സിനിമ ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വൈകി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളും ഞാൻ തന്നെ ആയിരിക്കും എന്നും തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പം വീഡിയോ ചെയ്യാൻ കാരണം, ഈ ഒരു സിനിമ കണ്ട സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഫീൽ ചെയ്തു, കുറച്ച് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തു. ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കും അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെ ആർക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വായിക്കായിരുന്നു. മാത്രമല്ല, പ്രത്യേകമായിട്ട് എടുത്ത് പറയാണ്, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെ റിവ്യൂ ഒന്നും കേട്ടിട്ടില്ല. കോക്കന്റെ റിവ്യൂ കേട്ടിരുന്നു, അത് മാത്രം കേട്ടിരുന്നു. അതും ലിസ്റ്റൻ സ്റ്റീഫനുമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഒക്കെ വന്ന സമയത്ത് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ റിവ്യൂ കേട്ടിട്ടുള്ളത്. വേറെ ഒന്നും കേട്ടിട്ടില്ല. ഇത് എനിക്ക് സിനിമ കണ്ട സമയത്ത് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയ സംഭവമാണ്, ഈ ഒരു സിനിമ ദിലീപിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ സിനിമയാണെന്ന്. അതായത് ആദ്യത്തെ 1 മണിക്കൂർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന നടന് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് സിനിമ കൊടുത്തിട്ടുള്ളത്. പണ്ടത്തെ ദിലീപ് എന്തൊക്കെ ചെയ്തിരുന്നോ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ദിലീപ് എന്ന് പറയുന്ന നടന്റെ പ്രായം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കഥാപാത്രത്തിന് ദിലീപിനെ വെക്കുന്ന സമയത്തും ആ ഒരു പ്രായം, സ്ക്രീൻ ഏജ് എന്ന് പറയുന്ന സംഭവം തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ നടന്റെ പ്രായം ഇതാണെന്നും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ പ്രായം ഇതാണെന്നും എന്തുകൊണ്ട് കഥാപാത്രം ഇത്ര ലേറ്റ് ആയിട്ട് വിവാഹം കഴിക്കുന്നു കാര്യങ്ങളൊക്കെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തി ദിലീപിനെ കല്യാണം കഴിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നടന്റെ സ്ക്രീൻ ഏജ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ ഒരു കഥാപാത്രത്തിന് സ്ക്രീൻ ഏജ് എന്ന് പറയുന്ന കാര്യം തടസ്സമാകരുതെന്നും കഥാപാത്രത്തിന് മുൻപോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും മനസ്സിലാക്കിയിട്ട് ആ പറയുന്ന പ്രിൻസ് എന്ന് പറയുന്ന കഥാപാത്രം വിവാഹം കഴിക്കാൻ ലേറ്റ് ആവുന്നതിന്റെ കാരണം ഇതാണെന്നൊക്കെ കാണിച്ച് 1 മണിക്കൂർ പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന നടന്റെ ഡേറ്റ് കയ്യിൽ കിട്ടിയിട്ട്, അല്ലെങ്കിൽ ദിലീപിന്റെ ഡേറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയൊക്കെ ഒരു തിരക്കഥ ചെയ്തു വെക്കുന്നു. ആ തിരക്കഥ വെച്ചിട്ട് ദിലീപിനെ വെച്ച് സിനിമ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനകത്ത് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടില്ലേ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിട്ടാണ് ആദ്യത്തെ 1 മണിക്കൂർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്, ഇതിനകത്ത് ദിലീപിന് കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. അതായത് കുറെ പെർഫോം ചെയ്യാനുണ്ടെന്നല്ലാണ്ട് ആ കഥാപാത്രത്തിന് സിനിമയിൽ പ്രത്യേകിച്ച് വഴിത്തിരിവ് കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇത് ചിഞ്ചുറാണി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ലൈഫാണ് കാണിക്കുന്നത്. ആ കഥാപാത്രത്തിന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതിന്റെ ആഘാതങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. അവിടെ ദിലീപിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ദിലീപിനെ കഥ ഇങ്ങനെ കൊണ്ടുപോവാന്നല്ലാണ്ട് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്ന കഥാപാത്രം പോലും ദിലീപിന്റെ പ്രിൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇതിനകത്ത് ചെയ്യാനില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പ്രത്യേകമായിട്ട് തോന്നിയ കാര്യമാണ്, ഇതിനകത്ത് പണ്ടത്തെ ജയറാം സിനിമകളിലൊക്കെ നായികമാരുടെ അവസ്ഥയാണ് ചിഞ്ചുറാണിക്ക് എന്ന് പറയുന്നത്. അതായത് പണ്ടത്തെ ജയറാം സിനിമകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവര് പൊതുവെ ഭാര്യമാരെ നല്ല നടപ്പ് പഠിപ്പിക്കുന്ന പുരുഷന്മാരായിരിക്കും. ഉത്തമ കുലസ്ത്രീയാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു നല്ല നടപ്പിന്റെ വശമുണ്ട് ജയറാം സിനിമയ്ക്കൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള പഴയകാല സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിക്ക് ചിഞ്ചുറാണി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരു നല്ല നടപ്പിലേക്ക് കൊണ്ടുവരുന്നു, ഉത്തമ കുലസ്ത്രീ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് പുരുഷൻ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള കുടുംബിനിയായി മാറുകയാണ് ചിഞ്ചുറാണി. ലാസ്റ്റ് ക്ലൈമാക്സിൽ എന്ത് കാണിക്കുന്നു എന്നുള്ളത് നോക്കണ്ട, സിനിമയിലുടനീളം എന്ത് ചെയ്യുന്നു, കഥാപാത്രത്തെ എങ്ങനെയെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ചിഞ്ചുറാണി എന്ന് പറയുന്ന കഥാപാത്രം അവളുടെ പാഷനൊക്കെ മാറ്റിവെച്ച് അവൾക്ക് തിരിച്ചറിവ് സംഭവിച്ച് അവൾ ആ വ്ളോഗർ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് അവൾ ഉത്തമ കുടുംബിനിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഭാര്യമാരെ നല്ല നടപ്പ് പഠിപ്പിക്കുന്ന ഭർത്താവ് എന്നുള്ളൊരു കഥാപാത്രമാണ് ശരിക്കും പ്രിൻസ് എന്ന് പറയുന്നത്. അതുപോലെ വ്ളോഗർ ആയിട്ടുള്ള ഭാര്യയെ ഉത്തമ കുടുംബിനിയാക്കുക എന്നുള്ള ഒരു ദൗത്യം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള വ്ളോഗേഴ്സ് അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ്. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റുന്ന ആളുകളാണ്. ഈ ഒരുപാട് സമയം പോയിട്ട് ഓഫീസിൽ പോയി ജോലി എടുക്കേണ്ട ആവശ്യമില്ലെന്നും അത്യാവശ്യം സാമർത്ഥ്യം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നുമുള്ള വളരെ യാഥാർത്ഥ്യ ബോധമുള്ള അടിപൊളി കുട്ടികളാണ് നമുക്ക് ചുറ്റുമുള്ള വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്. ഈ വ്ളോഗേഴ്സിനെ ഇത്രയും കോമാളിത്തരമാക്കി കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കഥയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമെങ്കിൽ കൂടിയും വ്ളോഗേഴ്സ് ഇങ്ങനെയാണെന്നുള്ളൊരു ധാരണ എവിടെയൊക്കെയോ
ആരൊക്കെയോ പരത്താൻ ശ്രമിക്കുന്നത് പോലെയോ ധാരണ ആർക്കൊക്കെയോ ഉള്ളത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണുന്ന മനുഷ്യന്മാരാണ് വ്ളോഗേഴ്സ്. കുറച്ച് സമയം പണിയെടുത്താൽ മതി, ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റമാണ്. ആ മാറ്റത്തെ അംഗീകരിക്കാതെ ഇപ്പോഴും പഴഞ്ചൻ ചിന്താഗതിയിൽ തന്നെ നിൽക്കുന്നത് പോലെയാണ് ഇതിനകത്ത് കഥ മൊത്തത്തിൽ വന്ന സമയത്തും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ് ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ധ്യാൻ ശ്രീനിവാസൻ എന്ത് അഭിനയിച്ചു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സാധാരണ ഇന്റർവ്യൂവിൽ വന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു അതുപോലെ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. ഒരു പ്രസ് മീറ്റിൽ വന്നിട്ട് ധ്യാൻ ശ്രീനിവാസൻ സിദ്ദീഖിനെയും അതുപോലെ ദിലീപിനെയൊക്കെ ട്രോൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവര് സീനൊക്കെ ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധ്യാനോട് ഇങ്ങനെ സംശയം ചോദിക്കും, ഇവരൊക്കെ പഴയ ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി ഈ സിനിമയിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാത്ത വ്യക്തി ധ്യാൻ മാത്രമാണ്. കാരണം ധ്യാൻ അങ്ങനെ പരിഹസിച്ചു എങ്കിൽ, അവരുടെ കൂടെ പങ്കു ചേർന്നിട്ടില്ല എങ്കിൽ ആ ഒരു കുഴപ്പം ഇതിനകത്ത് ധ്യാന്റെ കഥാപാത്രത്തിലും കാണാനുണ്ട്. യാതൊരു മാറ്റവും ഇല്ലാത്ത പെർഫോമൻസ്, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന അഭിനയം രണ്ടും ധ്യാനിന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ സിദ്ദീഖും ഈ പറയുന്ന ദിലീപും സീൻ ഇംപ്രവൈസ് ചെയ്തു എങ്കിൽ അതിനുള്ള മെച്ചവും അവരുടെ പെർഫോമൻസിൽ കാണാനുണ്ട്. സിദ്ദീഖിന്റെ പല കോമഡിയും എനിക്ക് വർക്കായിട്ടുണ്ട്, പലതും രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ദിലീപും സിദ്ദീഖും വരുന്ന സമയത്ത് പോലും അവർ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ മെച്ചം അവിടെ കാണാനുണ്ട്. പക്ഷെ അവരെ പരിഹസിച്ച ധ്യാന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. വളരെ മോശമായിട്ടുള്ള, സിനിമയ്ക്കകത്ത് ഏറ്റവും മോശം പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയായിട്ടാണ് ധ്യാൻ മാറിയിട്ടുള്ളത്. പിന്നെ മഞ്ജു പിള്ളയുടെ ക്യാരക്ടറാണ് പറയാനുള്ളത്. ഇതിനകത്ത് മഞ്ജു പിള്ളയുടെ ക്യാരക്ടർ വരുന്ന സമയത്ത് എന്തോ ഇത്തയോ താത്തയൊക്കെയാണ് ആ ക്യാരക്ടർ വരുന്ന സമയത്ത് ഇവര് ശരിക്കും മഞ്ജു പിള്ളയായിട്ടാണ് സ്ക്രീനിൽ നിൽക്കുന്നത്. ഞാൻ മഞ്ജു പിള്ളയാണെന്നുള്ള ഭാവത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ ഈ പ്രേക്ഷകർക്ക് ആ കഥാപാത്രത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് എന്താണ് പ്രിൻസും മഞ്ജു പിള്ളയുടെ കഥാപാത്രം തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്ന സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കഥാപാത്രം മഞ്ജു പിള്ളയായിട്ട് തന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ആധികാരികമായിട്ട് ഇടപഴകുന്ന, വളരെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഇടപഴകുന്ന കഥാപാത്രമായിട്ട് മാത്രമാണ് മാറുന്നത്. അതിന് പകരം കഥാപാത്രമായിട്ട് നോക്കുന്ന സമയത്ത് എന്താണ് പ്രിൻസുമായിട്ട് അവർക്കുള്ള ബന്ധമെന്നോ, അവരനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്നോ, അവരനുഭവിക്കുന്ന കടന്നു പോകുന്ന അവസ്ഥകൾ എന്താണെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും വ്യക്തമാകുന്നില്ല. മഞ്ജു പിള്ളയായിട്ട് നിൽക്കുന്ന സമയത്ത് ആ കഥാപാത്രത്തിന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും എന്തൊക്കെയോ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് പോലും വ്യക്തമായിട്ടില്ല എന്താ കാണിക്കാൻ നോക്കിയിട്ടുള്ളതെന്ന്. ഇനി എല്ലാം പോട്ടെ, പ്രിൻസുമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് എത്രത്തോളം ആണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് അവിവാഹിതനായിട്ടുള്ള പ്രിൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ഈ പ്രിൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ വിവാഹം കഴിക്കാൻ ഇത്രയും വൈകി എന്ന് പറയുന്ന സമയത്തും പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് ആ കഥാപാത്രം അത്രയും വൈകി എന്ന് പറയുന്നതും എനിക്ക് വിശ്വാസയോഗ്യമായിട്ട് തോന്നിയിട്ടില്ല. അതായത് കാഴ്ചയിൽ കുഴപ്പമില്ലാത്ത, കാണാൻ സുന്ദരനായിട്ടുള്ള ഒരു നായക കഥാപാത്രമാണ്. അതുപോലെ തന്നെ ആ നായകന് നല്ല ജോലിയുണ്ട്. ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് അയാളോട് ആരാധന ഉണ്ടെന്നും അയാളുടെ തൊഴിലിനെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം പ്രിൻസിന്റെ കയ്യിൽ നിന്ന് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കിട്ടാൻ പോലും ആഗ്രഹിക്കുന്ന സ്ത്രീകളും അയാൾക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന സ്ത്രീകളുള്ള സമയത്ത്, അല്ലെങ്കിൽ നല്ല ജോലിയുള്ള, കാണാൻ സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് അയാൾ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് വിവാഹം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, ഇത്ര വർഷത്തോളം കാത്തിരിക്കേണ്ടി വരുന്നു, കുടുംബത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ അയാൾക്ക് പെണ്ണ് കിട്ടാൻ വൈകുന്നു എന്ന് പറയുമ്പോൾ പോലും അയാളുടെ ആ ഒരു സ്വീകാര്യത ഉണ്ട്, അയാളുടെ തൊഴിലിടത്തിലെ സ്വീകാര്യത, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് പോലും എനിക്ക് വിശ്വാസയോഗ്യമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഇതിനകത്തൊരു പെൺകുട്ടി മരിക്കുന്ന രംഗം കാണിക്കുന്നുണ്ട്. ആക്ച്വലി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലും ക്ലാരിറ്റി കൊടുത്തിട്ടില്ല. എങ്ങനെ ആ പെൺകുട്ടി മരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ടോക്സിക് റിലേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതുപോലുമാണോ യഥാർത്ഥ കാരണം എന്നും നമുക്കറിയില്ല. കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അവർ പറയുന്ന സമയത്ത് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു പറഞ്ഞ കാര്യത്തിൽ ക്ലാരിറ്റി കുറവ് കൊണ്ടാണ് നമുക്കതിൽ കൃത്യത വരാത്തത്, ബോധ്യം വരാത്തത്. സ്വാഭാവികമായിട്ടും മറ്റെല്ലാ ദിലീപ് സിനിമകളെയും പോലെ തന്നെ ഇതിനകത്തും ദ്വയാർത്ഥം വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ദ്വയാർത്ഥം പറ്റാവുന്ന സ്പേസിൽ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി ദ്വയാർത്ഥം കുറവാണ്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ സിനിമയ്ക്കകത്ത് കുറെ അധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഉത്തരങ്ങൾ കിട്ടുന്നില്ല, കുറെ അധികം പരിമിതികൾ വരുന്നുണ്ട്. സോ ഇതിലൊന്നും എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടും പ്രശ്നങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടും അത് ഞാൻ എടുത്തു പറയാണ്. പിന്നെ സിനിമയെ കുറിച്ച് മൊത്തത്തിലായിട്ട് അഭിപ്രായം പറയാമെങ്കിൽ കണ്ടിരിക്കാൻ ഒരു പരിധി വരേക്കും കുഴപ്പമില്ലാത്തൊരു സിനിമ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ടില്ല. ദുർബലപ്പെട്ട തിരക്കഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ബിൻഡോ സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം നവാഗതനായിട്ടുള്ള സംവിധായകനാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പണി ചെയ്തിട്ടുണ്ട് വൃത്തിക്ക്. പക്ഷെ അതേസമയം തന്നെ എഴുത്തുകാരനായിട്ടുള്ള ഷാരിസ് മുഹമ്മദിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു എഴുത്തുകാരന്, അല്ലെങ്കിൽ നല്ല സിനിമ തന്നിട്ടുള്ള, ജനഗണമന പോലെ ഒരു സിനിമയൊക്കെ തന്നിട്ടുള്ള എഴുത്തുകാരൻ വളരെ ദുർബലപ്പെട്ട രീതിയിൽ ഒരു സിനിമ ചെയ്തു. ദിലീപിന്റെ ഡേറ്റിന് വേണ്ടിയിട്ട്
വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡേറ്റ് കിട്ടിയിട്ടോ ദിലീപിന് വേണ്ടിയിട്ടോ ഏതൊക്കെയോ രീതിക്ക് വളരെ ദുർബലപ്പെട്ട ഒരു സിനിമ ചെയ്തു എന്നുള്ള ഫീലാണ് മൊത്തത്തിൽ എനിക്ക് വന്നിട്ടുള്ളത്.